ഹായ് വോസ്. അപ്പോൾ ഇന്ന് ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഞാനൊരു ചെറിയൊരു റെമഡി ആട്ടോ പറയണത്. കാരണം നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും സെൽഫ് ലവ് ഇത് നോ കോംപ്രമൈസ് ആണ്. അതിങ്ങനെ ഒരു കുറേ വ്ളോഗ് പറയാനോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാനോ ഒന്നുമല്ല. സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരാൾ നമ്മളോട് പറയണം ഇന്ന് ഭയങ്കര ക്ഷീണമാണല്ലോ അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പക്ഷെ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. കാരണം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇടയ്ക്ക് കാണുന്ന ആളുകൾ അപ്പം ഞാൻ വയ്ക്കുന്നത് എന്താ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെ വെയിറ്റ് ലോസ് ആയി. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മോർണിംഗ് ഫസ്റ്റ് എന്നും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ കുറച്ച് നേരം ആ ഒരു വെയിൽ കൊള്ളാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ കഴിക്കേണ്ട ഒരു ടാബ്ലറ്റ്സ് ഉണ്ട്, ഒരു സപ്ലിമെൻറ്റ്. അത് ഞാൻ അതിൽ താഴെ മെൻഷൻ ചെയ്യാം. കാരണം വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിന് എഫക്റ്റ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാൽഷ്യം നമ്മുടെ ബോഡിയിലേക്ക് എപ്പോഴും അല്ലെങ്കിൽ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സൺലൈറ്റ് ഒക്കെ വേണം. പക്ഷേ ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, എന്നും നിങ്ങൾ നിർബന്ധമായിട്ട് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ സീനിയർ സിറ്റിസൺസ് ആയിക്കോട്ടെ മെനോപ്പസുള്ള ആളുകളായിക്കോട്ടെ എല്ലാവരും എല്ലാ എംപ്ലോയീസ് ആയിക്കോട്ടെ എല്ലാവരും ഹ്യൂമൻ ബീങ് ആയ എല്ലാവരും ഒരു ദിവസം ഒരു ചെറുനാരങ്ങയെങ്കിലും മിനിമം ജ്യൂസായിട്ടോ ഭക്ഷണത്തിൽ പിഴിഞ്ഞോ നമ്മൾ കഴിക്കാൻ നിർബന്ധിതരാണ്. കാരണം അയൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിലേക്ക് അയൺ ഫുൾ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യണമെങ്കിൽ 100% നമ്മുടെ ബോഡിയിലേക്ക് എന്ത് വേണം, നമുക്ക് ഒരു അയൺ കണ്ടന്റ് വേണം. ഈ അയൺ കണ്ടന്റ് ഇപ്പോൾ തൈറോയ്ഡ് ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകളാണ് ഒരുവിധ ആളുകളും. അപ്പോൾ ഒരു ചെറുനാരങ്ങ എങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെറുനാരങ്ങ വെള്ളമായിട്ടോ അതല്ല ഭക്ഷണത്തിലോ ചിക്കനിലോ നിങ്ങളിപ്പോൾ ഒരു ബാഗിൽ എപ്പോഴും ചെറുനാരങ്ങ ഉണ്ടാവും. നിങ്ങൾ ഫാം കഴിക്കുകയാണെങ്കിൽ പോലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും ഒരു പൊടി ചെറുനാരങ്ങ പിഴിഞ്ഞ് നിങ്ങളത് കഴിക്കാൻ ശ്രമിക്കാം. ലെമൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. വൈറ്റമിൻ സി അത് ജോയിൻ്റ് ആകുമ്പോഴാണ്. അപ്പോൾ ഈ വൈറ്റമിൻ സി കഴിക്കുന്ന സമയത്ത് നമ്മൾ കാൽഷ്യം കഴിക്കാൻ പാടില്ല. കാരണം അയണും കാൽഷ്യം ഒരേ സമയം കഴിക്കാൻ പാടില്ല. അപ്പം ഞാനിതൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ അയണും കാൽഷ്യമൊക്കെ ഒരേ സമയം, അതുപോലെ കോഫി ടീ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പാടില്ല. ഈ അയൺ കഴിക്കുമ്പോൾ നമ്മൾ കോഫി ടീ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്സാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്ത് നോക്കുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, ട്രെയിനിങ് ഉണ്ട്, ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്, എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഉൾപ്പെടെ ഭക്ഷണം പോലെ മരുന്ന് പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാതെ തന്നെ നമ്മുടെ ആരോഗ്യം മനസ്സും എല്ലാം നമുക്ക് നല്ലൊരു പ്രസരിപ്പ് ഉണ്ടാവും. ഭക്ഷണം പോലെ മരുന്ന് പോലെ ഭക്ഷണവും കഴിക്കാതിരിക്കുക. വളരെ നിറഞ്ഞ് ആസ്വദിച്ച് സന്തോഷമായിട്ട് നിങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുക, പ്രിപ്പയർഡ് ചെയ്യുക. എല്ലാവരും ടൈമില്ല. കാരണം ടൈമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ടൈം എടുത്തേ മതിയില്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം നമ്മുടേത് മാത്രമായിരിക്കും. ബൈ.